കെട്ടിച്ചമച്ചൊരു കേസിൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടത് 2 ഇന്ത്യൻ പൗരന്മാരാണ്. കേക്കും വൈനും പങ്കിടാൻ കേരളത്തിലെ അരമനകളിലേക്ക് എത്തുന്നവർ ഇന്നെവിടെ? മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഛത്തീസ്ഗഡിൽ ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. ആദ്യം ഈ കേസിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കംപ്ലീറ്റ് സ്റ്റോറി. സിസ്റ്റർ പ്രീത മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ നാരായൺപൂരിൽ നിന്നുള്ള 3 പെൺകുട്ടികളെ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്കും ഓഫീസിലേക്കും ജോലിക്കായി കൊണ്ടുപോകുന്നു. ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. സംശയം തോന്നിയ റെയിൽവേ ഉദ്യോഗസ്ഥർ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഫോണിൽ വിളിക്കുന്നു. പിന്നെ നടന്നത്, പോലീസ് എത്തുന്നു, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം പറഞ്ഞു പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന്. പിന്നീട് ഇത് കളവാണെന്ന് തെളിഞ്ഞു. രക്ഷിതാക്കൾ അറിഞ്ഞില്ലെന്ന് പിന്നെ പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ കൂടെയുണ്ടെന്ന് തെളിഞ്ഞു. അങ്കമാലി എളവൂർ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീത മേരി. അവരാണ് 1-ാം പ്രതി. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗം സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് 2-ാം പ്രതിയും. നമ്മളൊരു ഇന്ത്യയിൽ താമസിക്കുമ്പോൾ നമ്മൾ നാനാ വിഭാഗത്തിലുള്ള മതവിഭാഗക്കാർ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷെ ഇപ്പം പലർക്കും, പല മതവിഭാഗക്കാർക്കും ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇതെങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കുമോ അറിയില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ള രീതിയിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രാജ്യമാകെ പ്രതിഷേധമുയർന്നു. പാർലമെന്റിനകത്തും പുറത്തും. വിചാരണ കോടതി ജാമ്യാപേക്ഷ ആദ്യം തള്ളി. ഇന്ന് സെഷൻസ് കോടതിയും. ഇനി NIA കോടതിയിലാണ് കാര്യങ്ങൾ. പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഇന്ന് പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചു. UDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു. Last 5 days, these 2 innocent nuns are in jail without any reason. What a cruelty this is. മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരപരാധികളായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പൂർണ്ണമായിട്ടും നിരപരാധികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ബോധ്യമുണ്ട് അവർ ചെയ്ത കാര്യത്തെ സംബന്ധിച്ച്. ഇടത് നേതാക്കൾ ഛത്തീസ്ഗഡിലുണ്ട്. അവർ കന്യാസ്ത്രീകളെ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുന്ന കേരളത്തിൽ BJPക്ക് ഇത് വലിയ തലവേദനയാണ്. കന്യാസ്ത്രീകൾക്ക് കൂടെയുണ്ടെന്ന സംസ്ഥാന അധ്യക്ഷൻ ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിലേക്ക് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ അയക്കുകയും ചെയ്തു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ഉറച്ച നിലപാടിലാണ്. ഇതിൽ കാണേണ്ടത് രാഷ്ട്രീയമല്ല, മറിച്ച് സ്ത്രീ സുരക്ഷയെന്ന് പറയുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി.